ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ മലയാളമാണ്. പുതിയ പാഠപുസ്തകമാണ്. 6ാം ക്ലാസ്സിലെ മലയാളത്തിലെ യൂണിറ്റ് 2ലെ ഗാന്ധിജിയുടെ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ പോലെ വരുന്നത് ഗാന്ധിജിയെ കണ്ട കുട്ടി, അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഗാന്ധിജി തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് 2 ആക്ടിവിറ്റീസ് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 2 കുട്ടികൾ. അറിയില്ല എനിക്കൊരു വേല പോലും അലസനായ എമ്മട്ടു പാർത്തിടും ഞാൻ. കുട്ടി ഗാന്ധിജിയോട് ഇങ്ങനെ സങ്കടം പറഞ്ഞത് ഓർമ്മയില്ലേ? നമ്മൾ ഗാന്ധിജിയെ കാണാൻ ഒരു അതിഥി വന്ന ചാപ്റ്ററൊക്കെ പഠിച്ചില്ലേ? ആ ചാപ്റ്ററിലെ വരികളാണ്. ഇനി ഈ കുറിപ്പ് വായിക്കൂ. ഗാന്ധിജിയെ കണ്ട കുട്ടി. വർക്ക്ഷോപ്പിന്റെ ഒരറ്റത്തായി ഒരു അടുപ്പ് കത്തിക്കൊണ്ടിരുന്നു. അതിന്റെ മുന്നിൽ ഒരു ആൺകുട്ടി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാം പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോഴേക്കും ആഹാരം തയ്യാറാക്കണം. അവൻ ജോലിയിൽ അങ്ങേയറ്റം മുഴുകിയാണ് ഇരുന്നത്. ഗാന്ധിജി അരികിലൂടെ കടന്നുപോയതൊന്നും ആ ബാലൻ അറിഞ്ഞില്ല. ഗാന്ധിജി വർക്ക്ഷോപ്പിന് പുറത്തേക്ക് കടന്നു. അവിടെ മറ്റെല്ലാ കുട്ടികളും അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. കണ്ടോ അവന്റെ ഒരു കാര്യം, ഇത്ര അടുത്തുകൂടി പോയിട്ടും അവൻ മാത്രം ഗാന്ധിജിയെ കണ്ടില്ല, കുട്ടികളിൽ ഒരാൾ പറഞ്ഞു. ഗാന്ധിജി അത് കേട്ടു. എല്ലാവരെയും നോക്കി പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇവിടെ എന്നെ ശരിയായി കണ്ടത് അവൻ മാത്രമാണ്, നമ്മുടെ ബാപ്പുജി. എം ഗീതാഞ്ജലി. ഓക്കെ, അപ്പോൾ ഗാന്ധിജി അടുത്തുകൂടെ പോയിട്ടും ഈ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കുട്ടി ഗാന്ധിജിയെ ശ്രദ്ധിച്ചില്ല, അത് അറിഞ്ഞില്ല. കുട്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ കുട്ടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഗാന്ധിജിക്ക് അതിലൊരു കംപ്ലൈൻറ്റും ഇല്ല. ഗാന്ധിജിക്ക് കാര്യം മനസ്സിലായില്ലേ? ഗാന്ധിജി അധ്വാനിക്കുന്നവരുടെ കൂടെയാണ്, അർപ്പണബോധത്തോടെയാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. അപ്പോൾ അവൻ ചെയ്ത് ശരിയാണ് എന്നതാണ് ഗാന്ധിജിയുടെ ഒരു അഭിപ്രായം, അല്ലേ? അതാണ് പറഞ്ഞത്, എന്നെ ശരിയായി കണ്ടത് ആര് മാത്രമാണ്? അവൻ മാത്രമാണെന്ന് ഗാന്ധിജി പറയുന്നു. ഇനി നമുക്ക് ചോദ്യം നോക്കാം. കവിതയിലെ വരികളും ആദ്യം വായിച്ച 2 ലൈൻ കേട്ടോ. ആ കവിതയിലെ വരികളും ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പും താരതമ്യം ചെയ്ത് എഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് 2 വരികളിൽ, അതായത് ആ കവിതയിൽ എന്തു പറഞ്ഞു എന്നും ഈ കുറിപ്പിൽ എന്തു പറഞ്ഞു എന്നും നമ്മൾ ആദ്യം എഴുതണം. ശേഷമാണ് താരതമ്യം ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം. കവിതയിലെ വരികളിൽ ഒരു കുട്ടിയുടെ നിഷ്ക്രിയത്വം, അലസത എന്നിവയെ സൂചിപ്പിക്കുന്നു. തനിക്ക് ഒരു ജോലിയും അറിയില്ലെന്നും വെറുതെ സമയം കളയുകയാണെന്നും കുട്ടി സങ്കടപ്പെടുന്നു. ഇത് ജോലിയോടുള്ള താല്പര്യമില്ലായ്മയും ഉത്തരവാദിത്വ ബോധമില്ലായ്മയും എടുത്തു കാണിക്കുന്നു. ഗാന്ധിജിയെ കണ്ട കുട്ടി എന്ന കുറിപ്പിൽ ഒരു കുട്ടി ചപ്പാത്തി ഉണ്ടാക്കുന്ന ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. തൻ്റെ ജോലി അതീവ ശ്രദ്ധയോടെ ചെയ്യുന്നതിനാലാണ് ഗാന്ധിജി അരികിലൂടെ കടന്നുപോയതുപോലും അറിയാതിരുന്നത്. ഗാന്ധിജി പറയുന്നു, യഥാർത്ഥത്തിൽ തന്നെ കണ്ടത് ജോലിയിൽ മുഴുകിയിരുന്ന ആ കുട്ടി ആണെന്നാണ്. ഇത് കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും പ്രശംസിക്കുന്നു. കവിതയിലെ കുട്ടി ജോലിയോടുള്ള വിമുഖതയും അലസതയും കാണിക്കുമ്പോൾ കുറിപ്പിലെ കുട്ടി ജോലിയോടുള്ള അർപ്പണബോധവും കഠിനാധ്വാനവും പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ കാഴ്ച എന്നാൽ കേവലം നോക്കിക്കാണുന്നതിനപ്പുറം ഒരാൾ തൻ്റെ കർത്തവ്യത്തിൽ എത്രമാത്രം ശ്രദ്ധയും അർപ്പണബോധവും പുലർത്തുന്നു എന്നതിലാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് സത്യത്തിൽ കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ചില കുട്ടികൾക്ക് ഇത് മാത്രം എഴുതിയിട്ട് പോയാലും മതിയാകും. മനസ്സിലായില്ലേ? ഇത്രയും എഴുതിയാലും ഇതിൻ്റെ ആൻസർ ആണ്. ഇത്രയും എഴുതിയാലും നമുക്ക് അതിൻ്റെ ആശയം തന്നെയാണ്. 2 അതായത് വരികളിൽ എന്ത് പറഞ്ഞു, കുറിപ്പിൽ എന്ത് പറഞ്ഞു എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ട് ഇത് ലാസ്റ്റ് പാരഗ്രാഫായിട്ട് ഉൾപ്പെടുത്തിയാലും നമുക്ക് ആൻസർ ആണ് കേട്ടോ. കവിതകൾ ശേഖരിക്കാം, അവതരിപ്പിക്കാം. ഗാന്ധിജിയെക്കുറിച്ച് ധാരാളം കവിതകളുണ്ട്. സ്കൂൾ ലൈബ്രറിയിൽ നിന്നും സമീപത്തെ വായനശാലയിൽ നിന്നും ഗാന്ധിജിയെക്കുറിച്ചുള്ള കവിതകൾ ശേഖരിക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ 2 കവിത ഞാനിവിടെ തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കവിതകൾ ഇതുപോലെ കളക്ട് ചെയ്ത് അവതരിപ്പിക്കാവുന്നതാണ്. അതാണ് ഗാന്ധി അപ്പൂപ്പൻ, ആരിലും കനിവുള്ളവൻ, കൊച്ചു കുഞ്ഞുങ്ങളോടൊത്തു കളിപ്പാൻ കൊതിയുള്ളവൻ. ഇതൊരു കവിതയാണ്. അടുത്ത ഗാന്ധി എന്നുള്ളൊരു കവിതയുണ്ട്. തനിയെ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും മിളവും, അനുഗാമി ഇല്ലാത്ത പതിക, തുടർന്നാലും ഇടറാതെ നിൻ ധീരഗാനം തുടർന്നാലും എന്ന് പറയുന്ന ഒരു കവിതയും കൂടെ ഉണ്ട്. ഇതുപോലെ ഇഷ്ടംപോലെ കവിതകൾ ഗാന്ധിജിയെക്കുറിച്ചുണ്ട്. നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കൂൾ ലൈബ്രറികളെല്ലാം അത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പാഠവും കഴിഞ്ഞു. ഇനി നമുക്ക്
ഈ യൂണിറ്റിൽ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ. അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സുകളിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വ്ളോഗ് ചാനലുണ്ട്, മീ വിത്ത് മീ ബൈ രേഷു എന്നുള്ള ഒരു വ്ളോഗ് ചാനലുണ്ട്. അപ്പോൾ ആ വ്ളോഗ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മൾക്ക് കുറേ തിരക്കുകളുണ്ട്, കുറേ ക്ലാസ്സുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.